അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലെ പഴയ ചെറിയ വർക്ക് ഏരിയയുടെ ഒരു ഭാഗം പൊളിച്ച് കൂടുതൽ വിശാലതയുള്ള കിച്ചണാക്കി മാറ്റിയതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. പഴയ വർക്ക് ഏരിയയിൽ വുഡ് കൊണ്ട് നിർമ്മിച്ച ഷെൽഫിന് ഡബിൾ ഡോർ വെച്ച് സൗകര്യപ്പെടുത്തിയിരിക്കുന്നതാണിത്. ടോൾ യൂണിറ്റ് റെഡിമെയ്ഡ് വാങ്ങുന്നതിന് പകരം 4 അറകളുള്ള പ്രത്യേക ഷെൽഫ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഗ്യാസ് സ്റ്റൗവും സിങ്കും പുറത്തേക്ക് വാർത്ത് കൂടുതൽ സ്പേസ് കണ്ടെത്തിയിരിക്കുന്നു. ഈ ഭാഗത്തെ റാക്കിൽ ഷെൽഫ് സ്ഥാപിച്ച് മുകളിൽ 2 സീനിയറി വെച്ചിരിക്കുകയാണ്. ഈ ഭാഗത്ത് 4 കള്ളി ജനൽ കർട്ടൻ വെച്ച് മറച്ചിരിക്കുന്നു. താഴെ LED പ്രൊഫൈൽ നൽകി ആകർഷണീയമാക്കിയിരിക്കുകയാണ്. മുകൾ ഭാഗത്ത് ലൂവേഴ്സ് പിടിപ്പിക്കുകയും അതിൽ ഫാൻസി ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഓരോ ഡോറും തുറന്നു നോക്കാം. ഇവിടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഡൈനറുകളുമാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ കിണറിൽ നിന്ന് നേരിട്ട് കുടിവെള്ളം പിടിക്കാനുള്ള ടാപ്പ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്താണ്. ഇവിടെ പിന്നെ കുറച്ച് സെറാമിക് പ്ലേറ്റുകളാണ് വെച്ചിട്ടുള്ളത്. ഈ ഏരിയയിൽ സോഡ മേക്കറും കേക്ക് നിർമ്മാണ സാമഗ്രികളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഡബിൾ സിങ്കും കൂടെ ഡബിൾ ഓപ്ഷനുള്ള സിങ്ക് ഫോസറ്റും കൊടുത്തിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ സോപ്പ് ഡിസ്പെൻസറും അതിൻ്റെ പിന്നിലായി ഡബിൾ സോപ്പ് ഹോൾഡറും സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കിച്ചൺ ടവലുകൾ സൂക്ഷിക്കാനായിട്ട് 4 റോഡുകളുള്ള ഹാങ്ങറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ സിങ്കിൻ്റെ മുകളിലായിട്ട് ഇവിടെ പ്ലേറ്റ് ഡ്രെയിനർ റാക്കാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ സാധാരണ യൂസ് ചെയ്യുന്ന മസാലപ്പൊടികൾ വെക്കാനുള്ള ഷെൽഫ് സ്ഥാപിച്ചിരിക്കുന്നു. റാക്കിന് മുകളിൽ കോർണറായി ഗ്രൈൻഡർ, മിക്സി ഇവയുടെയൊക്കെ ജാറുകളൊക്കെ ഒതുക്കി വെക്കാനുള്ള കൂളിംഗ് ഗ്ലാസ് ഡോറുള്ള ഷെൽഫാണ് വെച്ചിരിക്കുന്നത്. ഇതിനടുത്തുള്ള വിൻഡോസ് പുറത്തേക്ക് കാണാനും പൂർണ്ണമായി ക്ലോസ് ചെയ്യാനും സൗകര്യമുള്ള വൈറ്റ് കർട്ടനാണ് നൽകിയിട്ടുള്ളത്. ലോവർ ക്യാബിനറ്റിൽ ഒന്നാമതായി പച്ചക്കറികൾ വെക്കാനായിട്ട് വിക്കർ ബാസ്ക്കറ്റ് നൽകിയിരിക്കുന്നു. അതിനടുത്ത് മുകളിൽ വലിയ ടാൻഡം ബോക്സും താഴെ പ്ലേറ്റ് ആൻഡ് സോസർ യൂണിറ്റും നൽകിയിരിക്കുന്നു. അതിനടുത്തായി പുൾ ഔട്ട് യൂണിറ്റ് ആണ് കാണുന്നത്. ഇവിടെ മുകളിലായിട്ട് ഒരു ഡ്രോയറും താഴെ ടാൻഡം ബോക്സും നൽകിയിട്ടുണ്ട്. ഇവിടെ പുൾ ഔട്ട് യൂണിറ്റിന് പകരം 3 ചെറിയ ഷെൽഫുകൾ ഉള്ള ഭാഗമാണ്. വലത് ഭാഗത്ത് അപ്പർ യൂണിറ്റിൽ ഈ ഭാഗത്ത് 3 ഷെൽഫ് നൽകിയിരിക്കുന്നു. അതിനടുത്തായി ഒരു ലിഫ്റ്റ് അപ്പും പിന്നെ ഒരു ഓപ്പൺ ഏരിയ, പിന്നീട് ഒരു ലിഫ്റ്റ് അപ്പും നൽകിയിരിക്കുന്നു. അപ്പർ യൂണിറ്റിന്റെ ഈ അവസാന ഭാഗത്ത് ഒരു ഷെൽഫും കൂടി നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് തന്നെ ലോവർ യൂണിറ്റിൽ ഒന്നാമതായി കൂടുതൽ സാധനങ്ങളും പാത്രങ്ങളും വെക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ഡോർ ഷെൽഫുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിനടുത്തായിട്ട് തന്നെ 3 ഡ്രോയറുകൾ നൽകിയിട്ടുണ്ട്.
പിന്നെ ഇവിടെ ഒരു ടാൻഡം ബോക്സും അതിനടിയിൽ ഒരു ഷെൽഫും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ സാധനങ്ങൾ എടുത്തു വെക്കാൻ വേണ്ടി 2 തട്ടുള്ള ഷെൽഫാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ പഴയ ഷെൽഫിന് ഡോറുകൾ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. പഴയ വർക്ക് ഏരിയയിലെ റാക്കിൻ്റെ അടിഭാഗത്തുള്ള ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അടിയിൽ പ്രൊഫൈൽ ലൈറ്റ് നൽകിയത് കൊണ്ട് നല്ലവണ്ണം കാണാൻ പറ്റുന്ന വിധത്തിലായിരിക്കുന്നു. ഇവിടെയുള്ള പഴയ വിറകടുപ്പ് നിലനിർത്തി ഗ്രാനൈറ്റ് പതിച്ച് കൂടുതൽ മോടി കൂട്ടിയിരിക്കുന്നു. ഫ്ലോറിംഗ് നൽകിയിരിക്കുന്നത് നീളമുള്ള വുഡൻ ടച്ച് ടൈലാണ്. ഇവിടെ ഗ്ലാസ് കൊണ്ടുള്ള ഡൈനിങ് ടേബിളും മുകളിൽ ഐക്കയിൽ നിന്ന് വാങ്ങിയ വാട്ടർ ബോട്ടിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമ്മുടെ കിച്ചണിലെ ക്യാബിനറ്റുകളെല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സാബിറാണ് ഈ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ഈ വർക്ക് ചെയ്തവരുടെ ഫോൺ നമ്പർ ഫസ്റ്റ് കമന്റിൽ നൽകാം. പുതിയ കിച്ചണിൽ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ രണ്ടും സുരക്ഷയ്ക്ക് വേണ്ടി പുറത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരേ സമയം 2 സിലിണ്ടറും കണക്ട് ചെയ്തു വെച്ചിരിക്കുന്നു എങ്കിലും ഒന്ന് ഓണാക്കി മറ്റേത് ഓഫാക്കി വെച്ചാണ് ഗ്യാസ് സ്റ്റവ് പ്രവർത്തിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഈ കിച്ചണിന്റെ തന്നെ പകലെടുത്ത വീഡിയോയുടെ കാഴ്ച എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.